ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാറ്റർഡേയിലും സൺഡേയിലും വീഡിയോ ആണ്. അപ്പോൾ സാറ്റർഡേ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം ഞാൻ രാവിലെ തന്നെ വേഗം സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റൗവിൻ്റെ സൈഡിലുള്ള ടൈലും അതൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ നിങ്ങൾ കണ്ടില്ല, പേടിച്ചതിന് സംഭവിച്ചു എന്നുള്ള എന്താണെന്നുള്ള വീഡിയോൻ്റെ അവസാനം ഞാൻ പറയാം കേട്ടോ. ഞാൻ കുറേ നാളായി കുറച്ച് നേരം പേടിച്ചിരിക്കുന്ന ഒരു കാര്യം സംഭവിച്ചു. വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറയുമല്ലോ, നമുക്ക് വരാനുള്ളത് നമുക്ക് തന്നെ വരും അല്ലേ. അപ്പോൾ അതാണ് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. അപ്പം ഞാൻ സ്റ്റൗവൊക്കെ തേച്ച് കഴുകിയതിന് ശേഷം ഞാനിതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ ആ പണി അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ പെട്ടെന്നൊന്ന് തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. ഇനി സിങ്കൊന്ന് തേച്ച് കഴുകിയിടണം. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ സാറ്റർഡേ ആയതുകൊണ്ട് ഇത്തിരി താമസിച്ചാണ് കേട്ടോ എണീറ്റത്. അപ്പം ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം. സാറ്റർഡേ സൺഡേ കുട്ടികൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ഒരിത്തിരി താമസിച്ച് എണീറ്റാൽ മതിയല്ലോ. അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമുക്ക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ സാറ്റർഡേ സൺഡേ നമ്മൾ എന്താ നോക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലേറ്റ് ആണെങ്കിൽ എണീറ്റാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യുക. അപ്പം ഞാൻ തലേന്ന് ചിക്കൻ വറുത്തരച്ച കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാത്രി ഭക്ഷണത്തിന് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് രാവിലെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറിയപ്പം അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞിന് അച്ഛൻ്റെ കൂടെ സാറ്റർഡേ സൺഡേ ഒന്ന് കറങ്ങാൻ പോകുന്ന പരിപാടിയുണ്ട് കേട്ടോ. അപ്പം പോകുമ്പോൾ ഞാൻ വിചാരിച്ച് ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടല്ലോ, അപ്പോൾ ചപ്പാത്തി മേടിക്കുകയാണ്, ഹാഫ് കുക്കഡ് ചപ്പാത്തി മേടിക്കുകയാണ്, പെട്ടെന്ന് ചുട്ടെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പിന്നെ കറി ചൂടാക്കാൻ വെച്ചതിന് ശേഷം ഞാൻ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ചപ്പാത്തിയും ചിക്കൻ കറി അല്ലെങ്കിൽ പത്തിരി ചിക്കൻ കറിയൊക്കെ ആകുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണല്ലോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, അവരും കഴിച്ചോളും. അപ്പം പിന്നെ ഞാൻ അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ട് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കൊടുത്ത് ഞാനും കഴിച്ചു കേട്ടോ. അതിന് ശേഷം ആണ് പിന്നെ നമ്മൾ ഇനി ഇത് കഴിച്ചിട്ട് വേണം ബാക്കി ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. പിന്നെ അപ്പം ഞാൻ ചപ്പാത്തിയെല്ലാം വേഗം വേഗം ചുട്ടെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചപ്പാത്തി അല്ല പത്തിരി ചിക്കൻ കറി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ അത് തന്നെ അവർ ഇട സമയത്താണെങ്കിൽ അത് തന്നെ കഴിച്ചോളൂ കേട്ടോ. ഈ സാറ്റർഡേ സൺഡേ ഒക്കെ അവർ വീട്ടിലുണ്ടാകുമ്പോൾ അവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ കഴിക്കാനായിട്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വേഗം തിളപ്പിച്ച് വാർത്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് ഉച്ചക്കത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തിയും ചിക്കൻ കറി ഇരിക്കുന്നുണ്ടല്ലോ, അപ്പം അത് തന്നെയാണ് കുട്ടികൾ കഴിക്കുള്ളൂ. പിന്നെ ഞാൻ ചിക്കൻ കറി ഉള്ളതൊന്നും കൂടി ചൂടാക്കി വെച്ച് പിന്നെ ചീര ഉണ്ടായിരുന്നു കേട്ടോ, തലേന്ന് തോരൻ വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പം അതൊന്നും കഴിക്കില്ല, അപ്പം എന്നാലും പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചു. ചപ്പാത്തി ചിക്കൻ കറിയുള്ള അത് തന്നെയാണ് കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ ഞാൻ രാത്രിയിലേക്കുള്ള ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ രാത്രിയിലേക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ട് രാത്രിയിൽ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, സദ്യ ചേരിലെ കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച ഓലൻ, അതുപോലെ തന്നെ കുറുക്ക് കാളൻ, പിന്നെ അച്ചാർ, പിന്നെ ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ അത് പിന്നെ കഴിക്കാൻ നേരത്ത് കാച്ചെടുത്താൽ മതിയല്ലോ. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ ഇപ്പോൾ ചെയ്ത് വെക്കുന്നത്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാൻ ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേനയും പച്ചക്കായും കൂടെ കുക്കറിൽ പച്ചമുളകും മഞ്ഞൾപ്പൊടി മുളക് പൊടി കിട്ടുന്ന വേവിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രാത്രി നമ്മൾ തൈരൊക്കെ ചേർത്ത് തേങ്ങയും ഞാൻ അരച്ച് ഒക്കെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം നമുക്ക് രാത്രിയിൽ പണി കുറച്ച് എളുപ്പമായി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ട് വേണം, അത് വെന്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വൻപയറൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ അത് വേവിക്കാൻ വെച്ച സമയത്ത് ഞാൻ എന്ത് ചെയ്തെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കുമ്പളം ഒന്ന് അരിഞ്ഞ് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അരിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പച്ചക്കായും നമ്മുടെ ചേന വെന്ത് കഴിയുമ്പോൾ നമുക്ക് ആ കുക്കറിലേക്ക് വൻപയർ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കുഞ്ഞിതായിട്ട് ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഓലന് വേണ്ട രീതിയിൽ ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ
നമ്മുടെ കുമ്പളരിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ പച്ചമുളകും കീറിയിട്ടിട്ട് ഉപ്പിട്ടിട്ട് ഈ ഒരു സ്റ്റീലിൻ്റെ ഇത് ചട്ടിയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേവിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രാത്രി എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ചേന വെന്തു. ഇനി നമുക്ക് അത് മാറ്റിയിട്ട് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആ കുക്കറിൽ നമുക്ക് വൻപയറൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചേനയും പച്ചക്കറിയും ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് വറ്റി വരട്ടെ. അപ്പം നമുക്ക് എന്നിട്ട് നമുക്കത് അടച്ചു വെക്കാം കേട്ടോ. പിന്നെ രാത്രി അതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ നമുക്ക് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഒഴിവുള്ള സമയത്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയൊക്കെ പണികൾ നമുക്ക് ഈസിയായി കിട്ടും, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെ കുക്കറിൽ ഞാൻ വൻപയറും കൂടെ ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേവിച്ച് വെച്ച് അതുപോലെ ഓലനുള്ള കഷ്ണവും വേവിച്ച് കുമ്പളം കൂടെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ അതും തേങ്ങാപ്പാലൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ പിന്നെ കുമ്പളം ഇതുപോലെ വേവിച്ചെടുക്കുന്നത് ഞാൻ തേങ്ങാപ്പാലിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. പിന്നെ വൻപയറൊക്കെ ചേർത്ത് പിന്നെ രണ്ടാം കുഴിച്ച് അത് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് തൂക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഒഴിവ് സമയത്ത് ഇങ്ങനെ രാത്രിയിലേക്കുള്ളതാണെങ്കിലും പിറ്റേ ദിവസത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി വളരെ എളുപ്പമായിട്ട് തീർക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയുള്ള സമയം നമുക്ക് കുട്ടികളൊക്കെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് കുറേ സമയം കിട്ടും കേട്ടോ. അപ്പം നമ്മളുള്ള ടൈം മാനേജ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര മഴയാണ് കേട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ പുറത്തൊക്കെ തകർപ്പൻ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ 2-3 പ്രാവശ്യമെങ്കിലും ചായ കുടിച്ചിട്ടുണ്ടാവും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. കൊടൈക്കനാലിൽ ഊട്ടിയിലൊക്കെ ചെന്ന് ഇറങ്ങിയ പോലെ അത്രയും തണുപ്പായിരുന്നു. അപ്പം നമുക്ക് ഇടയ്ക്കൊന്നും ചായ കുടിക്കുമ്പോൾ നമുക്കൊരു ഒരു സുഖം കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ചായ വെച്ചിട്ട് ഇങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 2-3 പ്രാവശ്യം കണ്ട് ചായ വെച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നമ്മുടെ ചേനയും പച്ചക്കായൊക്കെ ചട്ടിയിലിട്ടിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനെ ചായയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചായ കുടിച്ചുകൊണ്ട് ബാക്കി പണി ചെയ്യാം. അപ്പം നമുക്ക് പിന്നെ ആ ഒരു തണുപ്പിനൊരു ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല ചൂട് ചായ വെച്ചിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പിന്നെ അതൊക്കെ ഉണ്ടാക്കി രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു കേട്ടോ. ഇനി നിങ്ങൾ കാണുന്നത് പിറ്റേ ദിവസത്തെ സൺഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സൺഡേ ഇതാ ഞാൻ ചേട്ടൻ രാവിലെ ഇതേപോലെ പോയപ്പോൾ മീൻ എന്തെങ്കിലും മേടിക്കാൻ പറഞ്ഞപ്പോൾ മീൻ അത്ര നല്ലതല്ല, അതുകൊണ്ട് ചിക്കൻ തന്നെയാണ് മേടിച്ചത്. കുറച്ച് ചിക്കൻ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ പിന്നെ കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സൺഡേ സ്പെഷ്യലായിട്ട് ചിക്കൻ കറിയും കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ സവാളയൊക്കെ വഴറ്റാനുള്ള കരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇനി കപ്പയൊക്കെ ഒന്ന് നന്നായിട്ട് തൊലിയൊക്കെ ചെത്തി നുറുക്കി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കുക്കറിൽ വിസിലടുപ്പിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് പിന്നെ കുക്കറിൽ വിസിലടുപ്പിക്കുമ്പോൾ 2 വിസിലടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വെന്ത് നല്ല കുഴയ്ക്കാനുള്ള പാകത്തിലായി കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് കുക്കറിൽ വെള്ളമൊഴിച്ച് ഉപ്പ് ഇട്ടിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വിസിലടിക്കുന്ന സമയത്ത് എനിക്ക് ചിക്കനിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാം കേട്ടോ. ഞാൻ കറി അതുപോലെ തന്നെ ചിക്കൻ കുക്കറിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ അതാകുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ കപ്പ വെന്തിട്ടുണ്ട്. അതിന് ഞാനെന്താ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചേർക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര റേറ്റാണ് ഇപ്പോൾ. അപ്പം നമ്മൾ ആവശ്യത്തിന് മാത്രം തേങ്ങ ഉപയോഗിക്കുക കേട്ടോ. അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് തേങ്ങ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണയാണെങ്കിൽ നമ്മളിങ്ങനെ കുറേ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്നും പൊട്ടിക്കുന്നതിന് പകരം കുറച്ച് കറിയൊക്കെ വെന്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക. അതൊക്കെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ വെളിച്ചെണ്ണയും തേങ്ങയൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കപ്പ ഞാനത് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിൽ ഞാനപ്പം സവാള വഴറ്റാൻ വെക്കുന്നുണ്ട് കേട്ടോ. സവാള എല്ലാം വഴറ്റി അപ്പോൾ പൊടികളൊക്കെ ഞാൻ ചിക്കനിൽ തന്നെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ വേകുന്ന സമയത്ത് ഞാൻ കപ്പ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുക്കറിൽ ഞാൻ സവാള എല്ലാം വഴറ്റിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ പൊടികളെല്ലാം പുരട്ടി വെച്ച് ചിക്കനും അതിനകത്ത് ചേർത്തിട്ട് ഞാൻ പിന്നെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അതും കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മനയിൽ കണ്ടില്ലേ
പേടിച്ച് സംഭവിച്ചു എന്നുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 പ്രാവശ്യം മുറ്റത്തിന് താഴെ ഭയങ്കര തെന്നലായിരുന്നു. 2-3 പ്രാവശ്യം തെന്നിപ്പോയി ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതെന്ന്. പക്ഷേ ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചത്. നല്ല തെന്നി നന്നായിട്ട് വീണു. ഞാൻ പിന്നെ ശനിയാഴ്ച രാത്രി വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വേവിച്ചെടുക്കാൻ പോയപ്പോൾ അപ്പോൾ പൂച്ച തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം അതൊന്ന് അടിച്ച് വാരി ബക്കറിലേക്ക് ഇടാമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓർത്തില്ല. പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിയത് എനിക്ക് ഓർമ്മയുള്ളൂ. നല്ലൊരു വീഴ്ച വീണു. ഭാഗ്യം കൊണ്ട് ആ സ്റ്റെപ്പിൽ തലയിടിച്ചില്ല. തലയിടിച്ചായിരുന്നെങ്കിൽ ഞാൻ അതോടുകൂടി തന്നെ എൻ്റെ കാര്യം കഴിഞ്ഞേനെ. എന്താ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ടാണോ കുട്ടികളുടെ ഭാഗ്യം കൊണ്ടാണോ ദൈവാനുഗ്രഹം കൊണ്ടാണോ എന്നറിയില്ല. ഒരു കുഴപ്പമൊന്നും ചെറിയ ഇത് മാത്രമേ പറ്റുള്ളൂ. ചെറുതായിട്ടൊന്ന് മുട്ടിൻ്റെ തൊലി പോയി. അതുപോലെ ആ കയ്യിൽ തന്നെ ചെറുതായിട്ടുള്ള ഇത്തിരി ഒരു ഇതായി. അങ്ങനെയുള്ളത് വേറെ ഒന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഭാഗ്യം കൊണ്ട് ഞാൻ ദൈവാനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം എല്ലാവരും ശ്രദ്ധിക്കട്ടെ, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഒരു ദിവസം കാണാം. ബൈ ബൈ.